പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു ബയോപ്സി പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ തയ്യാറാകണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ബയോപ്സി എടുത്ത് നോക്കുന്നത് നമ്മുടെ രോഗം ക്യാൻസർ ആണോ എന്ന് മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ രോഗനിർണയം അക്യുറേറ്റായിട്ട് നടത്താനായിട്ടാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നത്. ബയോപ്സി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഡോക്ടറെ കാണണം. ആ ഡോക്ടറെ അടുത്ത് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയണം. നേരത്തെ നമ്മൾ ബയോപ്സി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം വ്യക്തമായിട്ട് പറയണം. അതിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറിന് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഴയ രോഗം തന്നെയാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇത് പുതിയ രോഗമാണോ, പഴയ രോഗമായിട്ട് ബന്ധമുള്ള രോഗമാണോ ഇപ്പോഴത്തേത് എന്നുള്ളതൊക്കെ ആ പഴയ ബയോപ്സി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. എന്തെങ്കിലും മരുന്നിനോട് അലർജി ഉണ്ടെങ്കിലും പറയണം. കാരണം ഈ ബയോപ്സിയൊക്കെ എടുക്കുമ്പോൾ ആ ബയോപ്സി എടുക്കുന്ന ഭാഗം തരിപ്പിക്കാനായിട്ട് നമ്മൾ തരിപ്പിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കും. അതിനോടൊക്കെ അലർജിയുള്ള ആളുകൾ കാണും. അത് കൃത്യമായിട്ട് പറയണം. സ്ഥിരമായിട്ട് ബ്ലഡ് തിന്നാകാനായിട്ട് ആസ്പിരിൻ ഗുളിക കഴിക്കുന്നവർ കാണും, വാർഫറിൻ ഗുളിക കഴിക്കുന്നതാണ്. അതുപോലെ ധാരാളം ബ്ലഡ് തിന്നേഴ്സ് ഉണ്ട്. അങ്ങനെ ഗുളിക കഴിക്കുന്ന ആളുകൾ 5 മുതൽ ഒരാഴ്ച മുമ്പ് വരെ ഈ ഗുളികൾ നിർത്തിയിട്ടേ ബയോപ്സി ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ ബയോപ്സി എടുക്കുന്ന സ്ഥലത്തുനിന്ന് രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ബയോപ്സി എടുക്കാൻ വരുമ്പം കുളിച്ച് നല്ല വൃത്തിയായിട്ട് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബയോപ്സി എടുത്ത സ്ഥലത്ത് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കുറയും. നമ്മൾ കഴിവതൊരു അയഞ്ഞ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്. കാരണം ബയോപ്സി എടുത്ത് കഴിയുമ്പോൾ അവിടെ ബാൻഡേജൊക്കെ വെക്കും. അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒരു അയഞ്ഞൊരു ഡ്രസ്സായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ ബയോപ്സി എടുക്കുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് വരാൻ പാടില്ല, കൂടെ ഒരാളെ കൂട്ടിക്കൊണ്ട് വരണം. ചിലപ്പോൾ ബയോപ്സി എടുക്കുന്ന സമയത്ത് നമുക്ക് തലകറങ്ങാൻ സാധ്യതയുണ്ട്. കുറച്ച് വെള്ളം തരണമെങ്കിൽ ആരെങ്കിലും കൂടെ വേണം. ബയോപ്സി എടുത്ത് ചിലപ്പോൾ നമുക്ക് ക്ഷീണമാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആരെങ്കിലും കൂടെ വേണം. അപ്പോൾ തുണയ്ക്കൊരാളെ നമ്മൾ കൂടെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ബയോപ്സി എടുക്കാനായിട്ട് പറയുന്ന ഡോക്ടർ ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അതുപോലെ തന്നെ പാലിക്കണം. അതുപോലെ തന്നെ ബയോപ്സി എടുത്ത സ്ഥലത്ത് ചിലപ്പോൾ ഡ്രസ്സിങ്ങുകൾ വെച്ചിട്ടുണ്ടാവും. ആ ഡ്രസ്സിങ്ങുകൾ മിക്കവാറും 24 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തു മാറ്റി കഴുകിക്കളയാവുന്നതോ അവിടെ സോപ്പിട്ട് കഴുകാവുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ബയോപ്സി എടുക്കുന്ന സ്ഥലത്തെ ഡോക്ടറുടെ അടുത്തോ അവിടെയുള്ള നഴ്സിൻ്റെ അടുത്തോ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട്. ഇതൊക്കെയാണ് നമ്മൾ ബയോപ്സി എടുക്കാനായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.